നിശാന്ത് പറഞ്ഞത് ശരിയാ. സാറിന്റേത് പഴയ എഡിഷനായിരുന്നു, ഇത് ലേറ്റസ്റ്റാ. പഴയ ആളുകൾ സമ്മാനിക്കുന്നത് പഴയ എഡിഷൻ ആയിരിക്കുമല്ലോ. ന്യൂജനാണല്ലോ ന്യൂ എഡിഷൻ സമ്മാനിക്കാൻ. നമ്മൾ രണ്ടാളും ന്യൂ എഡിഷൻ ആണല്ലോ കല്യാണി. ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിത് പഠിച്ച് മിടുക്കിയായി പരീക്ഷ പാസ്സായി നല്ലൊരു വക്കീലായി വരണമെന്ന് സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നല്ലേ മഹി സാർ ഈ വാക്കുകളോട് ഉദ്ദേശിച്ചേ. ഉറക്കം വന്നില്ലെങ്കിലും വിരോധമില്ല. അത്രയും നേരം ഈ പുസ്തകം എനിക്ക് വായിച്ചു പഠിക്കാമല്ലോ. എന്നും ഞാൻ പഠിക്കട്ടെ. മാഷ് പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റെ ഈ നിൽപ്പ് കണ്ട കാമുകനെയും കാത്ത് അമ്പലനടയിൽ നിൽക്കുന്ന 80കളിലെ കാമുകയുടെ അതേ ലുക്ക്. പണ്ട് പാർവതി ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പ്രസാദിപ്പിക്കുവാനായി തപസ് ചെയ്തു അത്രേ. ഭക്തയെ കുറെ പരീക്ഷിച്ചതിനു ശേഷമാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പാർവതിയെ ഭാര്യയായി സ്വീകരിച്ചു എന്നൊരു കഥയുണ്ട് ശിവപുരാണത്തില്. അവിടത്തെ പോലെ ഇവിടത്തെ ശിവനും ഓൾറെഡി ഒരു ഗംഗയുണ്ട്. അത് ശിവന്റെ വീട്ടിലെ വേലക്കാരിയായിരിക്കും. നീ വേണമെങ്കിൽ നോക്കിക്കോ. കാറിലായിരിക്കും നമ്മുടെ പരമശിവൻ വരാൻ പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം ഫ്രണ്ട് സീറ്റിൽ തന്നെ ഗംഗയും ഉണ്ടായിരിക്കും. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം മഹിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് മഹി വരുന്നത് ബൈക്കിലായിരിക്കും. ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, ഇതേ നിറമുള്ള ഡ്രസ്സായിരിക്കും മഹിയുടേതും. മഹി സാറിന്റെ കാറല്ലേ അത്? ഇറങ്ങ്. ആഹാ, പരമശിവൻ മാത്രമല്ല ഗംഗയും കൂടെ ഉണ്ടല്ലോ. ദക്ഷേ, നീ പറഞ്ഞത് എത്ര ശരിയാ. കാമുകനും കാമുകിയും അണിഞ്ഞിരിക്കുന്നതേ ഒരേ നിറത്തിലുള്ള ഡ്രസ്സാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇല്ലെങ്കിൽ ഇന്നവള് കാമുകന്റെ വീട്ടിൽ കയറി ആ വേലക്കാരിയെ വെട്ടിക്കൊല്ലും. ഇത് മുഴുവൻ വായിച്ചു തീർത്താർന്നതല്ലേ കല്യാണി? കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കല്യാണി
എൻ്റെ മനസ്സിലൊരു വേദനയായിരുന്നു. ഇപ്പോൾ തൻ്റെ മുഖത്തെ ഈ ചിരി കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. താൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് കഴിഞ്ഞത്. ചെയ്യാത്ത തെറ്റും അതിന്റെ ശിക്ഷയും അപമാനവും. അതേക്കുറിച്ച് ഇനി കല്യാണി ഓർക്കരുത്. എല്ലാം മറക്കണം. ആ, അത് മറന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ ചിരിച്ച് സന്തോഷിച്ചു വന്നത്. താനായിട്ട് കഴിഞ്ഞതെല്ലാം ഓർമ്മിപ്പിച്ച് വിഷമിപ്പിക്കാണ്ടിരുന്നാ മതി. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയല്ല. നിശാന്ത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കഴിഞ്ഞതെല്ലാം മറക്കാൻ പറഞ്ഞത്. പക്ഷേ ഞാനൊന്നും മറക്കില്ല. കാരണം ആ സംഭവമാണ് എന്നോടൊപ്പം ആരുണ്ടാവും ആരുണ്ടാവില്ല എന്ന് എന്നെ തിരിച്ചറിയാൻ സഹായിച്ചത്. കറക്റ്റ്. കല്യാണി പറഞ്ഞത് 100% ശരിയാ. കല്യാണിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ നോക്കാൻ ഞാൻ അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈ കോളേജിൽ കല്യാണിയെ കൊണ്ടുപോകാൻ പോലീസ് വന്നപ്പോഴേ അവക്ക് വേണ്ടി വാദിക്കാനും ശ്രദ്ധിക്കാനും ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ കല്യാണി? അത് സത്യമാണ്. മഹിസാറ് വരുന്നത് വരെ പോലീസുകാരുമായി എനിക്ക് വേണ്ടി തർക്കിച്ചതും വഴക്കൂടിയതും നിശാന്ത. മഹിസാറ് പോലീസുകാരുടെ മുന്നിൽ വെച്ച് എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോടാ ഞാൻ ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഒരു പോലീസുകാരനും കല്യാണി ക്യാമ്പസിൽ നിന്ന് പുറത്തു കൊണ്ടുപോയില്ലായിരുന്നു. ആ, എനിവേ താൻ രക്ഷപ്പെട്ടല്ലോ. അതിന്റെ പേരിലുള്ളൊരു ഗിഫ്റ്റായത്. ഇത് ഞാൻ ഇന്നലെ കല്യാണിക്ക് സമ്മാനിച്ച സെയിം ബുക്കാ. കല്യാണി ഇതിന്റെ കവർ കണ്ടില്ലേ? പക്ഷേ ഇത് ഈ പുസ്തകത്തിന്റെ ലേറ്റസ്റ്റ് എഡിഷനാ. ഇന്നലെയാണ് പബ്ലിഷ് ആയത് പോലും. നിശാന്ത് പറഞ്ഞത് ശരിയാ. സാറിൻ്റെത് പഴയ എഡിഷനായിരുന്നു, ഇത് ലേറ്റസ്റ്റാ. പഴയ ആളുകൾ സമ്മാനിക്കുന്നത് പഴയ എഡിഷൻ ആയിരിക്കുമല്ലോ. ന്യൂജനാണല്ലോ ന്യൂ എഡിഷൻ സമ്മാനിക്കുക. നമ്മൾ രണ്ടാളും ന്യൂ എഡിഷൻ ആണല്ലോ കല്യാണി. സാറ് നമുക്ക് തൊട്ട് മുമ്പുള്ള എഡിഷൻ അല്ലേ, നമ്മുടെ സീനിയർ. എന്തായാലും പഴയ എഡിഷനും പുതിയ എഡിഷനും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവാ. കല്യാണി വരുന്നോ? ഒരു ചായ കുടിക്കാം. സാറുമാ? അത് വേണ്ട, ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. ചിന്നുവാ.